വെൽക്കം ഓൾ. സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗിൻ്റെ മൊഡ്യൂൾ 3 നമുക്ക് ഡിസ്കസ് ചെയ്യാം. മൊഡ്യൂൾ 3ലെ ടോപ്പിക്സ് വരുന്നത് എൻവയൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സ്റ്റാൻഡേർഡ്സ്, ISO 14001-2015 ഫ്രെയിംവർക്ക് ആൻഡ് ബെനിഫിറ്റ്സ്, സ്കോപ്പ് ആൻഡ് ഗോൾ ഓഫ് ലൈഫ് സൈക്കിൾ അനാലിസിസ്, സർക്കുലർ എക്കോണമി, ബയോമിമിക്കിംഗ്, എൻവയൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, ഇൻഡസ്ട്രിയൽ എക്കോളജി ആൻഡ് ഇൻഡസ്ട്രിയൽ സിംബയോസിസ്. ഇതിൽ ആദ്യത്തെ രണ്ട് ടോപ്പിക്കാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എൻവയൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സ്റ്റാൻഡേർഡ്സ്. അതിൽ ISO 14001-2015 ഫ്രെയിംവർക്കും അതിൻ്റെ ബെനിഫിറ്റ്സും ആണ് പഠിക്കാനുള്ളത്. സോ ISO 14001 is a international standard which provides the standard for an efficient environmental management system. ഒരു എഫിഷ്യൻറ്റ് എൻവയൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു EMS സിസ്റ്റത്തിൽ ISO 14001 എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? സം സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ എൻ എഫിഷ്യൻറ്റ് EMS സിസ്റ്റം. Rather than establishing environmental performance requirement, it gives a framework for an organization to follow. നമുക്ക് ഒരു അതിൻ്റെ പെർഫോമൻസ് റിക്വയർമെൻറ്റിൻ്റെ അപ്പുറത്തേക്ക് ഒരു എൻവയൺമെൻറ്റൽ പെർഫോമൻസ് റിക്വയർമെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ഇത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഗിവ്സ് എ ഫ്രെയിംവർക്ക് ഫോർ എൻ ഓർഗനൈസേഷൻ ടു ഫോളോ. ISO 14000 എന്ന് പറഞ്ഞാൽ ഓരോ കമ്പനീസ് അല്ലെങ്കിൽ ഓരോ ഓർഗനൈസേഷനും ഫോളോ ചെയ്യേണ്ട ഫ്രെയിംവർക്കാണ് ISO 14001 പ്രൊവൈഡ് ചെയ്യുന്നത്. An environmental management system is defined by International Standard Organization for Standardization. അതായത് എൻവയൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ISO ആണ്. ISOയുടെ ഫുൾ ഫോമാണ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. ആസ് എ കോമ്പണൻറ്റ് ഓഫ് എ മാനേജ്മെൻറ്റ് സിസ്റ്റം യൂസ്ഡ് ടു മാനേജ് എൻവയൺമെൻറ്റൽ എലമെൻറ്റ്സ്, മീറ്റ് കോംപ്ലയൻസ് ഡ്യൂട്ടീസ് ആൻഡ് അഡ്രസ് റിസ്ക് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഈ എൻവയൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം EMS സിസ്റ്റം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ISO വെച്ചിട്ടാണ്. ഇതെന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് എ കോമ്പണൻ്റ് ഓഫ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഓരോ കമ്പനീസിലും മാനേജ് ചെയ്യാനുള്ള ഒരു കോമ്പണൻ്റ് ആണ്. എങ്ങനെയൊക്കെ? യൂസ്ഡ് ടു മാനേജ്, അതെന്തൊക്കെ ചെയ്യും? അതിൻ്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ദാറ്റ് ഈസ് യൂസ്ഡ് ടു മാനേജ് എൻവയൺമെൻറ്റൽ എലമെൻറ്റ്സ്, മീറ്റ് കോംപ്ലയൻസ് ഡ്യൂട്ടീസ് മീറ്റ് ചെയ്യാനും, അതേപോലെ തന്നെ ടു അഡ്രസ് റിസ്ക് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ഓരോ കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരുന്ന റിസ്കുകൾ, അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എൻവയൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ISO 14001 framework can be used in connection with plan, do, check, act strategy to continuous improvement. ഇവർ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് പ്ലാൻ, ഡു, ചെക്ക്, ആക്ട് ആണ്. നമ്മൾ പ്ലാൻ ചെയ്യുക, പിന്നെ അത് വർക്ക് ചെയ്യുക, ഒന്നുകൂടെ അനലൈസ് ചെയ്യുക, ചെക്ക് ചെയ്യുക, എന്നിട്ട് അതിനനുസരിച്ച് അക്കോർഡിംഗ്ലി ആ ചെക്ക് ചെയ്ത റിസൾട്ട് വെച്ച് ആക്ട് ചെയ്യുക. അങ്ങനെയുള്ളൊരു PDCA എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടാണ് ISO 14001 ഫ്രെയിംവർക്ക് വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മളുടെ സിലബസിലേക്ക് കയറുമ്പോൾ ISO 14001-2015 ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ എനി ഓർഗനൈസേഷൻ ദാറ്റ് വിഷസ് ടു ബിൽഡ്, അപ്ഗ്രേഡ് ഓർ മെയിൻറ്റെയിൻ ആൻ എൻവയൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം. ഒരു എൻവയൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ഓർഗനൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ഓർഗനൈസേഷനും അല്ലെങ്കിൽ കമ്പനീസും that wishes to build, upgrade or maintain, ഏത് ഓർഗനൈസേഷനും ബിൽഡ് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക ആൻ എൻവയൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം. ഒരു എൻവയൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ബിൽഡ് ചെയ്യാനും അപ്ഗ്രേഡ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഉദ്ദേശിക്കുന്ന എല്ലാ ഓർഗനൈസേഷനും എന്ത് ചെയ്യണം? ഇൻ അക്കോർഡൻസ് വിത്ത് ഇറ്റ്സ് സ്പെസിഫൈഡ് എൻവയൺമെൻറ്റൽ പോളിസി ആൻഡ് സ്റ്റാൻഡേർഡ് ഷുഡ് അഡോപ്റ്റ് ISO 14001-2015. അങ്ങനെ ഉദ്ദേശിക്കുന്ന എല്ലാ കമ്പനികളും എന്ത് ഫോളോ ചെയ്തിരിക്കണം? ISO 14001-2015 സ്റ്റാൻഡേർഡ്സും അതിൻ്റെ പോളിസീസും ഒബേ ചെയ്തിരിക്കണം അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്തിരിക്കണം. ISO 14001-2015 അഡ്രസ്സ് ചെയ്യുന്ന ടോപ്പിക്സുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോണ്ടെക്സ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ, ടേം പഠിക്കുക, കോണ്ടെക്സ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ, ലീഡർഷിപ്പ്, planning, support, operation, performance evaluation and improvement. 7
ടോപ്പിക്സുകളുണ്ട്. കോണ്ടെക്സ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ, ലീഡർഷിപ്പ്, പ്ലാനിങ്, സപ്പോർട്ട്, ഓപ്പറേഷൻ, പെർഫോമൻസ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്. ഇതാണ് ISO 14001-2015 സ്ട്രക്ചറിൻ്റെ ഫ്രെയിം വർക്ക്. ഈ പറഞ്ഞ 7 പോയിന്റ്സും നമ്മുടെ ഒരു സ്ട്രക്ചറായിട്ട് കാണിച്ചിരിക്കുകയാണ്. ISO 14001 മാനേജ്മെൻറ്റ് സിസ്റ്റം ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ, ലീഡർഷിപ്പ്, പ്ലാനിങ്, സപ്പോർട്ട്, ഓപ്പറേഷൻ, പെർഫോമൻസ് ഇവാലുവേഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്. ഇനി 10 മേജർ ഏരിയാസ് ഓഫ് ഇമ്പാക്റ്റ് ഓഫ് 2015 റിവിഷൻ. 2015 റിവിഷൻ വന്നപ്പോൾ ഉണ്ടായ 10 മേജർ ഇമ്പാക്ട്സുകൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, എക്സ്പാൻഷൻ EMS കവറേജ് ആൻഡ് സ്കോപ്പ്. EMS കവറേജിലും സ്കോപ്പിലുള്ള എക്സ്പാൻഷൻ. റിക്വയർഡ് ഇൻട്രാക്ഷൻ വിത്ത് എക്സ്റ്റേണൽ പാർട്ടീസുമായിട്ടുള്ള ഇൻട്രാക്ഷൻ്റെ ആവശ്യകത. ന്യൂ റിക്വയർമെൻറ്റ്സ് ഫോർ ലീഡർഷിപ്പ് എൻഗേജ്മെൻറ്റിൻ്റെ പുതിയ റിക്വയർമെൻറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് അനലൈസ് ചെയ്തിട്ടുണ്ട്. എക്സ്പാൻഷൻ ലീഗൽ കോംപ്ലിയൻസ് റിക്വയർമെൻറ്റ്, ലീഗൽ കോംപ്ലിയൻസിൻ്റെ ആവശ്യകതകൾ. നീഡ് ഫോർ റിസ്ക് ബേസ്ഡ് പ്ലാനിങ് ആൻഡ് കൺട്രോൾ, റിസ്ക് ബേസ് ചെയ്തിട്ടുള്ള പ്ലാനിങ്ങും കൺട്രോളും അതിൻ്റെ ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് അനലൈസ് ചെയ്യും. ന്യൂ ഡോക്യുമെൻറ്റേഷൻ റിക്വയർമെൻറ്റ്, പുതിയ രീതിയിലുള്ള പുതിയ ഡോക്യുമെൻറ്റേഷൻ്റെ ആവശ്യങ്ങൾ. ദെൻ എക്സ്പാൻഡഡ് ഓപ്പറേഷണൽ കൺട്രോൾ റിക്വയർമെൻറ്റ്സ്, പുതിയ പ്രവർത്തന രീതികളുടെ കൺട്രോളുകൾ, അതിൽ എന്തെങ്കിലുമൊക്കെ എക്സ്പാൻഷൻ വേണ്ടെങ്കിൽ അത് എക്സ്പാൻഡഡ് ഓപ്പറേഷണൽ കൺട്രോൾ റിക്വയർമെൻറ്റ്. ചേഞ്ചസ് ഇൻ കോമ്പിറ്റൻസ് ആൻഡ് അവയർനെസ് റിക്വയർമെൻറ്റ്, പുതിയ കാര്യങ്ങളെ പറ്റിയുള്ള അറിവും അതേപോലെ അതിൻ്റെ കോമ്പിറ്റൻസിലെ മാറ്റങ്ങൾ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, അതിൽ ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള അതിൻ്റെ റിക്വയർമെൻറ്റ്സ്. ഇമ്പാക്ട്സ് ഓൺ ഇൻറ്റേർണൽ ഓഡിറ്റ് പ്രോഗ്രാം, പുതിയ ഇൻറ്റേർണൽ ഓഡിറ്റ് പ്രോഗ്രാം നടത്തുന്നത് കൊണ്ടുള്ള ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണെന്ന് അനലൈസ് ചെയ്യാം. ഇൻക്രീസ്ഡ് സർട്ടിഫിക്കേഷൻ കോസ്റ്റിൻ്റെ ഇൻക്രീസ്. ഇങ്ങനെയുള്ള 10 മേജർ ഏരിയാസിലൊക്കെയാണ് നമുക്ക് 2015 റിവിഷൻ വന്നതോടുകൂടി ഇമ്പാക്റ്റുകൾ ഉണ്ടായിരിക്കുന്നത്. ഇനി ബെനിഫിറ്റ്സ് ഓഫ് ISO 14001-2015 ഒക്കെയാണ്. The use of ISO 14001-2015 has numerous advantages for organization using environmental management system. EMS system ബേസ് ചെയ്തിട്ടുള്ള ISO 14001-2015 സ്കീം നടപ്പിലാക്കിയതോടുകൂടി ഒരുപാട് അഡ്വാൻറ്റേജുകൾ നിലവിൽ വന്നിട്ടുണ്ട് ഓൾറെഡി. അതെന്തൊക്കെയാണെന്നുള്ളതാണ്. ഇംപ്രൂവ് റിസോഴ്സ് എഫിഷ്യൻസി, റെഡ്യൂസ് വേസ്റ്റ്, ഡ്രൈവ് ഡൗൺ കോസ്റ്റ്, പ്രൊവൈഡ് അഷുറൻസ് ദാറ്റ് environmental impact is being measured, gain competitive advantage in supply chain design, increase new business and opportunities, meet legal obligations, increase stakeholder and customer trust, improve overall environmental impact, manage environmental obligations with consistency. ഇങ്ങനെ 10 ബെനിഫിറ്റ്സുകളാണ് ISO 14001-2015 കൊണ്ട് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, ഇതൊക്കെയാണ് ഫസ്റ്റ് ടോപ്പിക്കിൻ്റെ അണ്ടറിൽ പഠിക്കാനുള്ളത്. എന്താണ് ISO 14001 എന്ന് നോക്കണം. ദെൻ ISO 14001-2015 അനലൈസ് ചെയ്യുന്നു, അതിൻ്റെ ഫ്രെയിം വർക്ക് പറയുന്നു, 10 മേജർ ഏരിയാസിലുള്ള ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണെന്ന് പറയുന്നു, അതിൻ്റെ 10 ബെനിഫിറ്റ്സുകൾ പറയുന്നു. സെക്കൻഡ് ടോപ്പിക്, സ്കോപ്പ് ആൻഡ് ഗോൾ ഓഫ് ലൈഫ് സൈക്കിൾ അനാലിസിസ്. ലൈഫ് സൈക്കിൾ അനാലിസിസ് അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ അസസ്മെൻറ്റ് LCA is a tool that helps decision makers and companies make decisions by looking at the effect of the product's life and processes from the time it is made until it is thrown away. ലൈഫ് സൈക്കിൾ അസസ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ടൂളാണ്. അതെന്ത് ചെയ്യുന്നു, അതെന്തിന് ഹെൽപ്പ് ചെയ്യുന്നു, ഡിസിഷൻ മേക്കേഴ്സിനെയാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡിസിഷൻ മേക്കേഴ്സിനെയും കമ്പനീസിനെയാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് അവർ ഡിസൈഡ് ചെയ്യുന്നത്? ബൈ ലുക്കിംഗ് അറ്റ് ദ എഫക്റ്റ് ഓഫ് ദ പ്രൊഡക്ട്സ് ലൈഫ് ആൻഡ് പ്രോസസ്സസ്. ഓരോ പ്രൊഡക്റ്റിൻ്റെയും ലൈഫിനെയും അതിൻ്റെ പ്രോസസ്സിനെയും അനലൈസ് ചെയ്തിട്ടാണ് ഡിസിഷൻ മേക്കേഴ്സോ അല്ലെങ്കിൽ കമ്പനീസോ ഡിസൈഡ് ചെയ്യുന്നത്. ഏത് മുതൽ? ഫ്രം ദ ടൈം ഇറ്റ് ഈസ് മെയ്ഡ് അണ്ടിൽ ഇറ്റ് ഈസ് ത്രോൺ അവേ. ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത് മുതൽ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് മുതൽ അത് കളയുന്നത് വരെ, ഡിസ്പോസൽ ടൈം വരെയുള്ള പ്രോസസ്സ് അനലൈസ് ചെയ്തിട്ടാണ് ഡിസിഷൻ മേക്കേഴ്സ് ഡിസൈഡ് ചെയ്യുന്നത്.
It includes extraction of the resources, production, manufacture, transport, use and disposal. അതായത് ഒരു റോ മെറ്റീരിയലിൽ നിന്ന് ഒരു പ്രൊഡക്ഷൻ ഉണ്ടാക്കി അത് കട്ട് ചെയ്തു, അതിൻ്റെ റിസോഴ്സസ് കളക്ട് ചെയ്തു, അത് പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് എത്തിച്ച് അതിനെ പാക്കേജ് ചെയ്ത് എഗെയിൻ ട്രാൻസ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്ത് ഡിസ്പോസ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, ഇത് അനലൈസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് ലൈഫ് സൈക്കിൾ അനാലിസിസിൻ്റെ ഒരു സ്ട്രക്ചർ. റോ മെറ്റീരിയൽ എക്സ്ട്രാക്ഷൻ ആണ് ആദ്യത്തെ സ്റ്റെപ്പ്. ദെൻ അത് റോ മെറ്റീരിയൽ കളക്ട് ചെയ്ത് മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ട്രാൻസ്പോർട്ട് ഉണ്ട്. ദെൻ മാനുഫാക്ചറിങ്ങിൽ നിന്ന് അത് പാക്ക് ചെയ്ത് അഗെയിൻ ട്രാൻസ്പോർട്ട് വഴി ആൾക്കാരുടെ ഇടയിൽ എത്തിക്കുന്നു, യൂസ് ചെയ്യുന്നു, അത് യൂസ് ചെയ്തതിന് ശേഷം ഡിസ്പോസ് ചെയ്യുന്നു. ഇതാണ് ഒരു ലൈഫ് സൈക്കിൾ അനാലിസിസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇടയിൽ വരുന്ന കോമ്പണൻസ് എന്ന് പറയുന്നത്. ഇതിന് 4 phases ഉണ്ട്. ലൈഫ് സൈക്കിൾ അനലൈസ് ചെയ്യുമ്പം അല്ലെങ്കിൽ അസസ് ചെയ്യുമ്പോൾ 4 phases കൺസിഡർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഗോൾ ആൻഡ് സ്കോപ്പ് ഡെഫിനിഷൻ, സെക്കൻഡ് വൺ ലൈഫ് സൈക്കിൾ ഇൻവെൻട്രി, തേർഡ് വൺ ലൈഫ് സൈക്കിൾ ഇമ്പാക്റ്റ് അസസ്മെന്റ്, ദെൻ ഇന്റർപ്രിട്ടേഷൻ. ഇതിൽ ആദ്യത്തത് ഗോൾ ആൻഡ് സ്കോപ്പ് ഡെഫിനിഷൻ ആണ്. ഇതിൽ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഫേസ്. ദിസ് ഫേസ് ഇൻക്ലൂഡ്സ് ദ ഗോൾ ആൻഡ് സ്കോപ്പ് ഓഫ് ദ സ്റ്റഡി ആൻഡ് ഡിഫൈൻസ് ദ സിസ്റ്റം അണ്ടർ സ്റ്റഡി. ഇതിൽ ആദ്യം എന്താ ചെയ്യുന്നത്, ഇതിൻ്റെ ഗോളും സ്കോപ്പും അല്ലെ, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഗോൾ എന്താണ്, അതിൻ്റെ സ്കോപ്പ് എന്താണ് എന്നുള്ളത് അനലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് സ്റ്റഡി ചെയ്യുന്നു. ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് ഫങ്ഷണൽ യൂണിറ്റ്, അത് എന്തിൻ്റെയൊക്കെ ടേംസിലാണ് അത് അനലൈസ് ചെയ്യുന്നത്, അതിൻ്റെ ഫങ്ഷണൽ യൂണിറ്റിൻ്റെ ബേസിലും, അതേപോലെ തന്നെ സിസ്റ്റം ബൗണ്ടറീസ്, നമ്മളുടെ എത്രത്തോളം നമ്മുടെ ബൗണ്ടറീസ് ഉണ്ട്, ഏതൊക്കെ ചട്ടക്കൂടിനകത്ത് നിന്ന് വേണം നമ്മളിത് ഗോൾ സെറ്റ് ചെയ്യാൻ. അതുപോലെ ഹൈപ്പോത്തസിസ്, ഊഹിക്കുക, ഇന്ന രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്ന ഔട്ട്പുട്ടുകൾ കിട്ടും എന്നുള്ള ഒരു ടേം അനലൈസ് ചെയ്യുന്നതിനാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുക. അതേപോലെ തന്നെ എന്തൊക്കെ ഡാറ്റാസ് ആണ് ആവശ്യമായിട്ടുള്ളത്, ഡാറ്റ റിക്വയർമെൻറ്റ്. അപ്പം ടേമുകൾ എന്തൊക്കെയാണ്, ഫങ്ഷണൽ യൂണിറ്റ്, സിസ്റ്റം ബൗണ്ടറീസ്, ഹൈപ്പോത്തസിസ് ആൻഡ് ഡാറ്റ റിക്വയർമെൻറ്റ്. ഇതിൻ്റെ സെക്കൻഡ് ഫേസ് ആണ് ലൈഫ് സൈക്കിൾ ഇൻവെൻട്രി. ഇതിനകത്ത് ലൈഫ് സൈക്കിൾ ഇൻവെൻട്രിക്കകത്ത് ഇറ്റ് ഇസ് ദ സെക്കൻഡ് ഫേസ് in which it involves data collection and modeling of the product system. ഫസ്റ്റ് ഫേസിൽ ഡാറ്റ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ കംപ്ലീറ്റ് ഡാറ്റ കളക്ഷൻസും അതിൻ്റെ മോഡലിങ്ങും, നമ്മുടെ ഒരു പ്രൊഡക്റ്റ് സിസ്റ്റത്തിൻ്റെ മോഡലിങ്ങും അനലൈസ് ചെയ്യുന്നത് സെക്കൻഡ് ഫേസിൽ വെച്ചിട്ടാണ്. In this phase, the information about the environmental inputs and outputs from all the parts of the product system is gathered. ഇതിനകത്ത് എന്തൊക്കെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും, എല്ലാ രീതികളിലെ ഇൻപുട്ടും അതേപോലെ തന്നെ ഒരു സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ടും അനലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് സിസ്റ്റത്തിൻ്റെ എല്ലാ ഇൻപുട്ട് പാർട്ടും ഔട്ട്പുട്ട് പാർട്ടും ഗ്യാദർ ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു. ഇൻപുട്സ് എന്ന് പറയുന്നത് എന്താണ്, റോ മെറ്റീരിയൽ, കെമിക്കൽസ്, എനർജീസ്, എന്തൊക്കെ ആവശ്യമുണ്ട്, കെമിക്കൽസ് എന്തൊക്കെ വേണം, റോ മെറ്റീരിയൽ എന്തൊക്കെ വേണം, അതൊക്കെയാണ് ഇൻപുട്ട്. ഔട്ട്പുട്ട് ആണെങ്കിലോ ഔട്ട്പുട്ടായിട്ട് എയർ എമിഷൻസ് വരാം, വാട്ടർ എമിഷൻസ് വരാം, വേസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവാം. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെയുള്ള കമ്പൈൻഡ് അനാലിസിസ് ആണ് ലൈഫ് സൈക്കിൾ ഇൻവെൻട്രി എന്ന് പറയുന്നത്. അടുത്ത തേർഡ് വൺ ലൈഫ് സൈക്കിൾ ഇമ്പാക്റ്റ് അസസ്മെന്റ്. ഇതിൽ ലൈഫ് സൈക്കിൾ ഇമ്പാക്റ്റ് അസസ്മെന്റ് തൊട്ടുമ്പ് ചെയ്തത് ലൈഫ് സൈക്കിൾ ഇൻവെൻട്രി ആണ്. അപ്പോൾ അങ്ങനെ ഇൻവെൻട്രിയിൽ ഫൈൻഡ് ഔട്ട് ചെയ്ത കാര്യങ്ങളുടെ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയുണ്ട് അത് അനലൈസ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അസസ് ചെയ്യുന്നതാണ് ഈ ഒരു സ്റ്റേജിൽ ചെയ്യുന്നത്. വിച്ച് ഇവാലുവേറ്റ്സ് ദ പൊട്ടൻഷ്യൽ എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഐഡൻറ്റിഫൈഡ് ഇൻപുട്ട് ആൻഡ് റിലീസസ്. ഇപ്പോൾ സെക്കൻഡ് ഫേസിൽ ഇൻപുട്ടും ഔട്ട്പുട്ട്സും അല്ലെങ്കിൽ റിലീസസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നു. അതിനെ വെച്ചിട്ട് അനലൈസ് ചെയ്യുക. ദാറ്റ് ഇവാലുവേറ്റ്സ് ദ പൊട്ടൻഷ്യൽ എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ്. ഇങ്ങനെയുള്ള ഇൻപുട്സും ഔട്ട്പുട്സും നമ്മുടെ എൻവയൺമെൻറ്റിൽ ഏതൊക്കെ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്നു എന്നുള്ള ഇവാലുവേഷനാണ് ഈ സ്റ്റേജിൽ വെച്ച് ചെയ്യുന്നത്, തേർഡ് സ്റ്റേജിൽ. അപ്പോൾ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയായിരിക്കാം, ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ഡെപ്ലേഷൻ, സ്മോഗ്, അസിഡിഫിക്കേഷൻ, യൂട്രോഫിക്കേഷൻ, എക്കോടോക്സിസിറ്റി, ഇതൊക്കെയാണ് അതിൻ്റെ ഇമ്പാക്റ്റുകൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. There are mandatory and optional elements in LCIA, Life Cycle Impact Assessment ഫേസിൽ മാൻഡേറ്ററി ആയിട്ടും ഓപ്ഷണൽ എലമെൻസും ഉണ്ട്. മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ ഒരു അസസ്മെൻറ്റിൽ മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, 3 കാര്യങ്ങളാണ്. ഫസ്റ്റ്, ദ സെലക്ഷൻ ഓഫ് റെലവൻറ്റ് എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് കാറ്റഗറീസ്. റെലവൻ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് കാറ്റഗറീസിനെ സെലക്ട് ചെയ്യുക. അസൈൻമെൻറ്റ് ഓഫ് LCI റിസൾട്ട്സ് ടു ദ സെലക്റ്റഡ് ഇമ്പാക്റ്റ് കാറ്റഗറീസ്. നമ്മൾ LCI ലൈഫ് സൈക്കിൾ
ലൈഫ് സൈക്കിൾ ഇൻവെൻട്രിയിൽ ഫൈൻഡ് ഔട്ട് ചെയ്ത എല്ലാ റിസൾട്ട്സുകളും the assignment of life cycle inventory results to the selected impact categories. ഇവിടെ സെലക്ട് ചെയ്ത ഇമ്പാക്ട് കാറ്റഗറീസിലേക്ക് അസൈൻ ചെയ്യുക. The calculation of environmental impact score. environmental impact score എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. ലാസ്റ്റ് ഫേസ് ഇന്റർപ്രിട്ടേഷൻ ആണ്. എല്ലാ അനാലിസിസും കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മളൊരു കാര്യം കൺക്ലൂഡ് ചെയ്യും. അതാണ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. Interpretation leads to the conclusion whether the goal and scope was met. First goal and scope define ചെയ്തിരുന്നു. ലൈഫ് സൈക്കിൾ ഇൻവെൻട്രി, ലൈഫ് സൈക്കിൾ ഇമ്പാക്ട് അസസ്മെൻറ്റും കഴിയുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ് whether we met that goal and scope എന്നുള്ളത്. So interpretation leads to the conclusion whether the goal and scope was met. Interpretation of results helps to make an informed decision about the environmental impacts of products and processes. ഈ ഇന്റർപ്രിട്ടേഷൻ റിസൾട്ട്സ് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു? ഇങ്ങനെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു? ടു മേക്ക് ആൻ ഇൻഫോംഡ് ഡിസിഷൻ അബൌട്ട് എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് പ്രോസസ്സസ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ എന്തൊക്കെ എൻവയോൺമെന്റൽ ഇമ്പാക്റ്റുകൾ ഉണ്ട് എന്നുള്ള കറക്റ്റ് ഡിസിഷൻസ് അല്ലെങ്കിൽ കറക്റ്റ് റിസൾട്ട്സ് ആർക്ക് കിട്ടുന്നു? കസ്റ്റമേഴ്സിന് കിട്ടുന്നു. Conclusions, limitations and recommendations are given in this phase. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിൻ്റെയും കറക്റ്റ് എന്തൊക്കെ ഇമ്പാക്റ്റുകൾ ഉണ്ട് അനലൈസ് ചെയ്ത എല്ലാ കൺക്ലൂഷൻസും അതിൻ്റെ ലിമിറ്റേഷൻസും ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് റെക്കമെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും ഈ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഫേസിൽ നൽകപ്പെടുന്നു. ഇത്രയാണ് ലൈഫ് സൈക്കിൾ അനാലിസിസ് എന്തൊക്കെയാണെന്ന് പറയാം, അതിൻ്റെ 4 ഫേസുകൾ പറയാം, ഓരോ ഫേസും എക്സ്പ്ലെയിൻ ചെയ്യാം. താങ്ക് യു. സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 3 നെക്സ്റ്റ് 2 ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സർക്കുലർ എക്കോണമി ആൻഡ് ബയോമിമിക്കിംഗ്. അതിൽ ഫസ്റ്റ് വൺ സർക്കുലർ എക്കോണമി. Circular economy comprises sharing, leasing, reusing, repairing and refurbishing and recycling materials and products as long as possible. നമുക്ക് എത്രത്തോളം കാലം നമുക്ക് ഓരോ മെറ്റീരിയൽസും പ്രൊഡക്ട്സും ഷെയർ ചെയ്യാം, ലീസിന് കൊടുക്കാം, റീയൂസ് ചെയ്യാം, റിപ്പയർ ചെയ്യാം, അതേപോലെ റീഫേർബിഷ് ചെയ്യാം, പുതുക്കി പണിയാം, എത്രത്തോളം കാലം റീസൈക്കിൾ ചെയ്യാം. ഇതിനെല്ലാം പറ്റി ആണ് സർക്കുലർ എക്കോണമി കംപ്രൈസ് ചെയ്യുന്നത്. Circular economy emphasizes design-based implementation of the model's 3 main principles to address climate change. Climate change address ചെയ്യാൻ വേണ്ടി design-based implementations 3 principles അനലൈസ് ചെയ്യുന്നുണ്ട്, എംഫസൈസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ബയോഡൈവേഴ്സിറ്റി ലോസ്, വേസ്റ്റ് ആൻഡ് പൊല്യൂഷൻ. അത് ബയോഡൈവേഴ്സിറ്റി ലോസിനെ പറ്റിയും വേസ്റ്റിനെ പറ്റിയും അതേപോലെ തന്നെ പൊല്യൂഷനെ പറ്റിയുമാണ് ആ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. The circular economy requires eliminating waste and pollution. നമ്മുടെ സർക്കുലർ എക്കോണമിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് that requires eliminating waste and pollution, rotating products and materials and regenerating nature-നെ റീജനറേറ്റ് ചെയ്യുക. സർക്കുലർ എക്കോണമി ഡിഫേഴ്സ് ഫ്രം ലീനിയർ എക്കോണമി. ലീനിയർ എക്കോണമിയിൽ റിപ്പയറിങ്ങും അതേപോലെ തന്നെ റീസൈക്ലിങ്ങും വരുന്നില്ല. കൺസ്യൂം ചെയ്യുക, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, കൺസ്യൂം ചെയ്യുക, ത്രോ അവേ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ലീനിയർ എക്കോണമിയിൽ വരിക. സർക്കുലർ എക്കോണമി ഈസ് പോപ്പുലർ ബിക്കോസ് ഇറ്റ് റെഡ്യൂസസ് എമിഷൻസ് ആൻഡ് റോ മെറ്റീരിയൽ കൺസംഷൻ. റോ മെറ്റീരിയൽ കൺസംഷൻസും എമിഷൻസും ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസും അതേപോലെ റോ മെറ്റീരിയൽ കൺസംഷൻസും കുറവാണ് ഇതിലെ സർക്കുലർ എക്കോണമിയിൽ. ഓപ്പൺ ന്യൂ മാർക്കറ്റ് ആൻഡ് ഇംപ്രൂവ് കൺസംഷൻ സസ്റ്റൈനബിലിറ്റി ആൻഡ് റിസോഴ്സ് എഫിഷ്യൻസി. എന്തുകൂടെ ചെയ്യുന്നുണ്ട്? ഇറ്റ് ഇംപ്രൂവ്സ് കൺസംഷൻ സസ്റ്റൈനബിലിറ്റി ആൻഡ് റിസോഴ്സ് എഫിഷ്യൻസി. അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ദി സർക്കുലർ എക്കോണമി ഈസ് മോർ പോപ്പുലർ. ഒരു ലീനിയർ എക്കോണമിയുടെയും സർക്കുലർ എക്കോണമിയുടെയും സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ലീനിയർ എക്കോണമിയിൽ നമ്മുടെ ഓരോ പ്രൊഡക്റ്റും ടേക്ക്, മേക്ക്, യൂസ്, ഡിസ്പോസ് ആൻഡ് പൊല്യൂട്ട്, ആ ഒരു കോൺസെപ്റ്റിലാണ്. അടുത്തത് സർക്കുലർ എക്കോണമിയാണ് പറയുന്നത്. ഇവിടെ നമ്മളൊരു പ്രൊഡക്റ്റ് മേക്ക് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു, റീയൂസ് ചെയ്ത്, റീമേക്ക് ചെയ്ത്, റീസൈക്കിൾ ചെയ്ത് പിന്നെയും തിരിച്ച് ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്.
അത് ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് റൈറ്റ് സൈഡിലെ ഫിഗറിൽ കൊടുത്തിരിക്കുന്നുണ്ട്. വി ആർ കളക്ടിങ് ദ റിസോഴ്സസ് ആൻഡ് ദാറ്റ് റിസോഴ്സ് യൂസ് ചെയ്തിട്ട് മാനുഫാക്ചറിങ് യൂണിറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്ട്സുകൾ അത് കൺസ്യൂം ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. അതിനുശേഷം ഇത് പൊല്യൂട്ടായി ഡിസ്പോസ് ചെയ്ത് പൊല്യൂഷനിലേക്ക് കൊടുക്കാതെ ആവാതെ അല്ലെങ്കിൽ വേസ്റ്റ് ആയി പോവാതെ ഇതെന്ത് ചെയ്യുന്നു, എഗെയിൻ റീസൈക്കിൾ ചെയ്ത് റീയൂസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് സർക്കുലർ എക്കോണമിയിൽ വരുന്നത്. Now we can look into what are the benefits of circular economy. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വേസ്റ്റ് പ്രിവെൻഷൻ, എക്കോ ഡിസൈൻ ആൻഡ് റീയൂസ്, ഇത് മൂന്നുമാണ് മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ആൻഡ് ദാറ്റ് മൈറ്റ് സേവ് ദ കമ്പനീസ് മണി, ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കമ്പനീസിൻ്റെ മണി സേവ് ആവും. ആൻഡ് ലോവർ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്, ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷൻസും നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. Circular economy might reduce environmental impact, improve raw material security, promote competitiveness, innovation, economic growth and job creations. ഈ circular economy that will reduce the environmental impact, അല്ലേ, പൊല്യൂഷൻസ് എല്ലാം കുറവായിരിക്കും ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പോൾ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ പറ്റും. ഇംപ്രൂവ് റോ മെറ്റീരിയൽ സെക്യൂരിറ്റി, പുതിയ പുതിയ റോ മെറ്റീരിയൽസ് കൺസ്യൂം ചെയ്യുന്നില്ലെങ്കിൽ റോ മെറ്റീരിയൽ സെക്യൂരിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റും. കോമ്പറ്റേറ്റീവ്നെസ് പ്രൊമോട്ട് ചെയ്യും, ഇന്നൊവേഷൻസ് പ്രൊമോട്ട് ചെയ്യും, അതേപോലെ തന്നെ എക്കോണമിക് ഗ്രോത്ത് ഇൻക്രീസ് ആവും, പുതിയ ജോബ് ക്രിയേഷൻസ് പോസിബിൾ ആവും. ഓക്കെ, ഇതെല്ലാമാണ് സർക്കുലർ എക്കോണമിയിൽ വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ബയോമിമിക്കിംഗ് ആണ്. ബയോമിമിക്രി വിച്ച് ലിറ്ററലി മീൻസ് ഇമിറ്റേഷൻ ഓഫ് ലൈഫ്. ബയോമിമിക്രിയുടെ മീനിങ് എന്താണ്? വിച്ച് മീൻസ് ഇമിറ്റേഷൻ ഓഫ് ലൈഫ്, ഓരോ ജീവനുള്ള ഇതിനെ അനുകരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ എയിം എന്താണ്? ടു ടേക്ക് inspiration from natural selection solutions adopted by nature and translate the principles to human engineering. നേച്ചർ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന സൊല്യൂഷൻസ് ഉണ്ട്, അതിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് അതിൻ്റെ ഇൻസ്പിറേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്ത് ആൻഡ് ട്രാൻസ്ലേറ്റ് ദാറ്റ് പ്രിൻസിപ്പിൾസ് ടു ഹ്യൂമൻ എഞ്ചിനീയറിംഗ്, നമ്മളുടെ ആവശ്യങ്ങളുടെ എഞ്ചിനീയറിംഗ് പാർട്ടിലേക്ക് അവരുടെ കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ നേച്ചറിൻ്റെ കോൺസെപ്റ്റ്സും പ്രിൻസിപ്പിൾസും അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ബയോമിമിക്കിങ്ങിൽ ചെയ്യുന്നത്. The goal of biomimicry approach is to favor choices that nature has already tried and tested over millions of years. ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് നമ്മളുടെ നേച്ചർ ട്രൈ ചെയ്യുകയും ടെസ്റ്റ് ചെയ്യുകയും സക്സസ്ഫുൾ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അതിനെ നമ്മളുടെ ചോയ്സ് ആക്കിക്കൊണ്ടെടുത്തിട്ട് അതിനെ ചോയ്സ് ആക്കുക എന്നുള്ളതിനെ ഫേവർ ചെയ്യുക എന്നുള്ളതാണ് ബയോമിമിക്രിയുടെ ഗോൾ എന്ന് പറയുന്നത്. Biometric based design will allow humans to make things that are more efficient, durable and long lasting. If we are using this biometric based design, then our products will be more efficient, durable and long lasting. എക്സാമ്പിൾസ് ഓഫ് ബയോമിമിക്രി. ഇങ്ങനെ ബയോമിമിക്രി ഉപയോഗിച്ച് നമ്മളുടെ എഞ്ചിനീയറിംഗിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ടെക്നിക്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. First one, climbing pads capable of supporting human weights are a mimic of the biomechanics of Geckofeet. Geckofeet എന്ന് പറയുന്ന ജെക്കോ എന്ന് പറയുന്ന ആനിമലിൻ്റെ ഫീറ്റിൻ്റെ ആ ഒരു സ്ട്രക്ചർ, ഇപ്പോൾ ഈ പല്ലികൾ പോലെയുള്ള ഇതാണ് ഈ ജീവികൾ. അപ്പം നമ്മുടെ പല്ലികൾക്കൊക്കെ എന്ത് ചെയ്യാം, സുഖമായിട്ട് നമ്മളുടെ ചുമരിലൂടെ ഓടിപ്പോകാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ്? അവരുടെ ആ ഒരു ഫീറ്റിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. അപ്പോൾ അതിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ക്ലൈംബിംഗ് പാഡ്സ്, മനുഷ്യൻ്റെ ക്ലൈംബിംഗ് പാഡ്സിൽ അത് ആ ഒരു സ്ട്രക്ചർ അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്തത്, ദ ഫേമസ് ജപ്പാനീസ് ബുള്ളറ്റ് ട്രെയിൻ വാസ് ഇൻസ്പയർഡ് ബൈ ദ ഷേപ്പ് ഓഫ് ബേർഡ്സ് ബീക്ക്. നമുക്കറിയാം അല്ലേ, നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ട്രെയിനാണ് ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറയുന്നത്. അത് എന്തിൽ നിന്നാണ് ഇൻസ്പയർഡ് ആയിരിക്കുന്നത്? ബേർഡ്സിൻ്റെ ബീക്കിൽ നിന്നാണ്. എസ്പെഷ്യലി കിങ്ഫിഷർ ബേർഡിന് ഫാസ്റ്റായിട്ട് നമ്മുടെ റിവറിൽ പോയിട്ട് ഫിഷിനെ പൊക്കിയെടുത്തുകൊണ്ട് വരാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? അവരുടെ ആ ഒരു ബീക്കിൻ്റെ സ്ട്രക്ചർ കൊണ്ടാണ് അവർക്ക് അത്രയും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നത്. അത് അഡോപ്റ്റ് ചെയ്തിട്ടാണ് ജപ്പാനീസ് ബുള്ളറ്റ് ട്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ദ ഫസ്റ്റ് ഫ്ലൈയിങ് മെഷീൻ ഹെവിയർ ദാൻ എയർ ഫ്രം ദ റൈറ്റ് ബ്രദേഴ്സ് ഇൻ 1903 വാസ് ഇൻസ്പയർഡ് ബൈ ഫ്ലൈയിങ് പീജൺ. റൈറ്റ് ബ്രദേഴ്സ് ആണ് ഫസ്റ്റ് ഫ്ലൈയിങ് മെഷീൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് ഫ്ലൈയിങ് പീജിൽ നിന്നാണ്. ഈ ഫിഗറിൽ നമുക്കൊരു എയർപ്ലെയിനിൻ്റെ വിങ്സ് കാണാം. അത് ഏതിന് ഇക്വലൻ്റ് ആണ്, ഏത് സ്ട്രക്ചറിന് ഇക്വലൻ്റ് ആണ്? ഈഗിളിൻ്റെ വിങ്സിന് ഇക്വലൻ്റ് ആയിട്ടിരിക്കുന്നതായിട്ടും കാണാം.
അടുത്ത എക്സാമ്പിൾ, ദ ആർക്കിടെക്ചർ ഇസ് ഇൻസ്പയർഡ് ബൈ ടെർമൈറ്റ് മൗണ്ട് ടു ഡിസൈൻ പാസീവ് കൂളിംഗ് സ്ട്രക്ചർ. വലിയ ബിൽഡിങ്സ് ഒക്കെ പണിയുന്ന സമയത്ത് അതിന് ഒരു കൂളിംഗ് സ്ട്രക്ചറും കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവണം. അതുണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പാസീവ് കൂളിംഗ് ഉണ്ടാക്കാൻ വേണ്ടി അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ടെർമൈറ്റ് മൗണ്ടിന്റെ സ്ട്രക്ചറിൽ നിന്നാണ്. ടെർമൈറ്റ് മൗണ്ട് എന്താണ്? ചെതൽപ്പുറ്റാണ്. നെക്സ്റ്റ് വൺ, വെൽക്രോ is born from the observation of the hooks implemented by some plants for propagation of their seeds via animal scot. ഇപ്പോൾ നമ്മളുടെ നമ്മൾ കടകളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിലൊക്കെ പറ്റി പിടിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു സ്ട്രക്ചർ. ഇതൊരു പ്ലാന്റിന്റെ സീഡാണ്. ഇത് നമ്മളുടെ മേലൊക്കെ പറ്റിപ്പിടിക്കും. അതുപോലെ തന്നെ ആനിമൽസിന്റെ മുകളിലൊക്കെ പറ്റിപ്പിടിക്കും. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അത് പറിച്ച് കളയും, അല്ലെങ്കിൽ ആനിമൽസ് ഒന്ന് കുടയുന്ന സമയത്ത് അത് അവിടെ പ്രൊപ്പഗേറ്റ് ആയിക്കോളും. ആ ഒരു സ്ട്രക്ചറിനെ ഇൻസ്പയർ ആയിക്കൊണ്ടാണ് വെൽക്രോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്താണ് വെൽക്രോ? നമ്മുടെ ചെരുപ്പിലും അതുപോലെ തന്നെ ബാഗിലൊക്കെ ഉണ്ടാവുന്ന ഇങ്ങനെ ഒട്ടിക്കുന്ന സാധനമാണ് വെൽക്രോ എന്ന് പറയുന്നത്. ലാസ്റ്റ് ബയോമിമിക്രിയുടെ എക്സാമ്പിൾ, ദ സ്റ്റഡി ഓഫ് ഷാർക്ക് സ്കിൻ ഇസ് ദ ഒറിജിൻ ഓഫ് പെർട്ടിക്കുലർലി എഫക്റ്റീവ് സ്വിമ്മിങ് സ്യൂട്ട്. നമ്മുടെ സ്വിമ്മിങ് സ്യൂട്ടിന് വെറ്റാവാൻ പാടില്ല അല്ലേ? അപ്പോൾ ആ ഒരു സ്കിന്നിൻ്റെ ഒരു ഗ്ലേസിനെസ് ഇതിനെ ഒബേ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിക്കൊണ്ടാണ് സ്വിമ്മിങ് സ്യൂട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്രയാണ്, ഈ 2 ടോപ്പിക്കാണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. താങ്ക് യു. അടുത്തതായി സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 3-ലെ ലാസ്റ്റ് 2 ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യാം. എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എക്കോളജി ആൻഡ് ഇൻഡസ്ട്രിയൽ സിംബയോസിസ്. ഈ 2 ടോപ്പിക്കുകളാണ് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ, എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. പേര് പോലെ തന്നെ എൻവയോൺമെൻറ്റിൽ ഉണ്ടാവുന്ന ഇമ്പാക്റ്റുകളെ അസസ് ചെയ്യുക, അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള വരുന്നത്. EIA, that is Environment Impact Assessment, is a tool that helps in identifying the environmental, economic and social impact of the project before decision making. തീരുമാനം എടുക്കുന്നതിന് മുമ്പ്, ഇന്ന പ്രോജക്റ്റ് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ എൻവയോൺമെൻറ്റലും എക്കണോമിക്കലും അതേപോലെ സോഷ്യലുമായിട്ടുള്ള ഇമ്പാക്റ്റുകളെ പറ്റി അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നതാണ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിൽ ആദ്യം ചെയ്യുന്നത്. It aims to forecast ecological impacts and the initial stage during project planning and design, identify methods to minimize negative impact and outline projects to meet the local environment. ഇതിൻ്റെ എയിംസ് എന്തൊക്കെയാണ് പറയുന്നത്? എയിംസ് ടു ഫോർകാസ്റ്റ് എക്കോളജിക്കൽ ഇമ്പാക്റ്റ് അറ്റ് ഇനീഷ്യൽ സ്റ്റേജസ്. അതായത് ഇതിൻ്റെ ഇക്കോളജിക്കൽ അല്ലെങ്കിൽ എൻവയോൺമെൻ്റൽ ആയിട്ടുള്ള ഇമ്പാക്റ്റുകളെ ഫോർകാസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ എയിം. അതിനുവേണ്ടി ഏതൊക്കെ സമയത്താണ് ചെയ്യുന്നത്? പ്രോജക്റ്റ് പ്ലാനിങ് ആൻഡ് ഡിസൈനിങ്ങിലും മെത്തേഡ് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ പ്രോജക്റ്റിന് ഔട്ട്ലൈൻ തയ്യാറാക്കുമ്പോഴൊക്കെ ഇതിന് എൻവയോൺമെൻറ്റിനെ ഏതൊക്കെ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു സ്റ്റഡി, അല്ലെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ അതിൻ്റെ അസസ്മെൻ്റാണ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിൽ ചെയ്യുന്നത്. ഇതിൻ്റെ 4 ഒബ്ജക്റ്റീവുകളാണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ടു പ്രൊമോട്ട് ദ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആൻഡ് ലോങ് ടേം ഗ്രോത്ത്. ഒരു എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലോങ് ടേം ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക. ടു റെൻഡർ ഡീറ്റെയിൽ ഓൺ ദ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ്, ഡീറ്റെയിൽഡ് അനാലിസിസ്, എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റിനെ പറ്റിയുള്ള അനലൈസ് ചെയ്യുക. ടു പ്രെഡിക്റ്റ് ആൻഡ് ഇവാലുവേറ്റ് ദ എക്കോളജിക്കൽ, എക്കണോമിക് ആൻഡ് സോഷ്യൽ എഫക്റ്റ്. നമ്മൾ എക്കണോമിക്കലും അതുപോലെ എക്കോളജിക്കലും സോഷ്യലുമായിട്ടുള്ള എഫക്റ്റുകളെ പ്രെഡിക്റ്റ് ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യുക. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ലെജിറ്റിമേറ്റ് ഓപ്ഷൻസ്, നിയമമനുസൃതമായ ഓപ്ഷനുകളെ പറ്റി ഐഡൻറ്റിഫൈ ചെയ്യുക. ആൻഡ് മിറ്റിഗേഷൻ മെഷേഴ്സ്, അത് കുറയ്ക്കാനുള്ള അല്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്ന മെഷേഴ്സുകൾ എടുക്കുക എന്നുള്ളതാണ്. ഇനി EIAയുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. EIA links the environment and development so that the development is safe for the environment and lasts for the long time. ഒരു കാര്യം നമ്മൾ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇമ്പാക്റ്റ് അനലൈസ് ചെയ്തത് മോശമാണ്, ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി, അപ്പോൾ ഇത് നമുക്ക് പ്രശ്നമുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അത് നശിപ്പിച്ച് കളയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിൻ്റെ വരായികൾ അനലൈസ് ചെയ്ത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രോജക്റ്റ് എന്തായിരിക്കും? ഇറ്റ് വിൽ ലാസ്റ്റ് ഫോർ long time. Second one, EIA is a low-cost way to get rid of or lessen the bad effect of the development of the project. ഇപ്പോൾ ഒരു പ്രോജക്റ്റിൽ ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ
ചെയ്യാനുള്ള ഒരു ലോ കോസ്റ്റ് മെത്തേഡാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാൻ പറ്റും. EIA allows decision makers to examine the environmental impact of the development activities long before the project is implemented. Project implement ചെയ്യുന്നതിന് മുമ്പ് തന്നെ decision makersന് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഇമ്പാക്റ്റുകൾ, environmental ഇമ്പാക്റ്റുകൾ അനലൈസ് ചെയ്യാൻ പറ്റും. EIA encourages the use of mitigation method in the development plan. ഡെവലപ്മെൻറ്റ് പ്ലാനിൽ എന്തെങ്കിലും മിറ്റിഗേഷൻ മെത്തേഡുകൾ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് എൻകറേജ് ചെയ്യും. Also, EIA makes sure that the plan for development is good for the environment and does not go beyond what ecosystem can handle. അപ്പോൾ ഒരു എക്കോസിസ്റ്റത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതികളിലുള്ള പ്ലാനുകൾ മാത്രമായിരിക്കും EIA പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഇൻഡസ്ട്രിയൽ എക്കോളജി ആൻഡ് ഇൻഡസ്ട്രിയൽ സിംബയോസിസ്. ഇത് ഒരുമിച്ച് വരുന്ന ഒരു ടോപ്പിക്കാണ്, ഇൻഡസ്ട്രിയൽ എക്കോളജിയും സിംബയോസിസും. ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ എക്കോളജി. Industrial ecology is the study of flow of materials and energy in industrial and consumer activities, the effect of these flow on the environment, and the influences of the economic, political, and social factors on the flow, use, and transformation of resources. അതായത് ഇൻഡസ്ട്രിയൽ എക്കോളജി എന്ന് പറയുന്നത് ഒരു സ്റ്റഡിയാണ്. എന്തിനൊക്കെ പറ്റി? കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് മെറ്റീരിയൽ ആൻഡ് എനർജി ഇൻ ഇൻഡസ്ട്രിയൽ ആൻഡ് കൺസ്യൂമർ ആക്ടിവിറ്റീസ്. അടുത്ത എന്താണ്? ദ എഫക്റ്റ് ഓഫ് ദ ഫ്ലോസ് ഓൺ ദ എൻവയൺമെൻറ്റ്, എൻവയൺമെൻറ്റിൻ്റെ എഫക്റ്റുകൾ. ഇൻഫ്ലുവൻസസ് ഓൺ എക്കോണമിക്, എക്കോണമിയിൽ വരുന്ന ഇൻഫ്ലുവൻസ് എന്തൊക്കെയാണ്? എക്കോണമിയിൽ മാത്രമല്ല, പൊളിറ്റിക്കലും സോഷ്യലും, ഇതിനൊക്കെ പറ്റിയുള്ളൊരു സ്റ്റഡിയാണ് ഇൻഡസ്ട്രിയൽ എക്കോളജി എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൈമറി ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അറ്റ് ലോക്കൽ, റീജിയണൽ ആൻഡ് നാഷണൽ ആൻഡ് ഗ്ലോബൽ ലെവൽസ്, എല്ലാ തലങ്ങളിലുമുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് തന്നെയാണ് അതിൻ്റെ ഗോൾ എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ എക്കോണമി ഈസ് എ ഡൈനാമിക് സിസ്റ്റം, അത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ബേസ്ഡ് ഫ്രെയിംവർക്ക് ദാറ്റ് എനേബിൾസ് മാനേജ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റി ഓൺ എ സസ്റ്റൈനബിൾ ബേസിസ്. അതിൻ്റെ അണ്ടറിൽ വരുന്ന എന്തൊക്കെയാണ് അതിൻ്റെ ഫ്രെയിം വർക്ക് എന്നുള്ളതാണ്. 4 കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ്, മിനിമൈസിങ് എനർജി ആൻഡ് മെറ്റീരിയൽ യൂസേജ്, നമ്മൾ ഉപയോഗിക്കുന്ന എനർജിയുടെയും മെറ്റീരിയലിൻ്റെ യൂസേജ് കുറയ്ക്കുക. അക്സെപ്റ്റിംഗ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഫോർ ദ പീപ്പിൾ, അത് എൻഷുർ ചെയ്യുന്നു. എന്താണ് എൻഷുർ ചെയ്യുന്നത്? ക്വാളിറ്റി ലൈഫ് പീപ്പിൾസിന് എൻഷുർ ചെയ്യുന്നു. മിനിമൈസിങ് ദ എക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റി ടു ലെവൽ നാച്ചുറൽ സിസ്റ്റം ക്യാൻ സസ്റ്റെയിൻ, ഒരു നാച്ചുറൽ സിസ്റ്റത്തിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്കോളജിക്കലായിട്ടുള്ള എക്കോളജിക്കൽ ഇമ്പാക്റ്റ് മിനിമൈസ് ചെയ്യാൻ പറ്റുന്നു. മെയിൻറ്റെയിനിങ് ദ ഇക്കണോമിക് വയബിലിറ്റി ഓഫ് ദ സിസ്റ്റം, ഒരു എക്കോണമിക് വയബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഒരു ഇൻഡസ്ട്രിയൽ എക്കോളജി പ്രോസസ്സിൻ്റെ ഒരു സ്ട്രക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഒരു പ്രൊഡക്ഷൻ കമ്പനി കാണിക്കുന്നുണ്ട്. അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റുകൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ബാക്കി വരുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം റീയൂസിനും റീസൈക്കിൾ ചെയ്യാനും വേണ്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉപയോഗിച്ചത് തന്നെ നമുക്ക് ഒന്നുകൂടെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഉപയോഗിച്ചത് റീസൈക്കിൾ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്താണ്? വേസ്റ്റ് എല്ലാം മിനിമൈസ് ചെയ്യാൻ പറ്റും, ലെസ് റിസോഴ്സസ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും, ലെസ് റിസോഴ്സസ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ബൈ പ്രൊഡക്ട്സുകൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, പിന്നെയും നമ്മൾ ഉപയോഗിക്കുക. ഇനി ഇതിനകത്ത് വരുന്ന ഇപ്പോൾ ഒരു ഇത് പ്രൊഡ്യൂസ് ചെയ്തു, കൺസ്യൂം ചെയ്തു, റീസൈക്കിൾ ചെയ്ത്, അപ്പം വരുന്ന ബൈ പ്രൊഡക്റ്റുകൾ പിന്നെയും നമ്മളുടെ ഈ ഇൻഡസ്ട്രിയിലേക്ക് അകത്ത് തന്നെ ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ പുതിയ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ സിംബയോസിസ് എന്ന് പറയുക. അതാണ് അടുത്ത ടോപ്പിക്. ഇറ്റ് ഈസ് ദ സബ് പാർട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ എക്കോളജി. So, industrial symbiosis is the process by which waste or byproduct of an industry or industrial process become the raw material for the other. ഒരു ഇൻഡസ്ട്രിയുടെ വേസ്റ്റോ അല്ലെങ്കിൽ ബൈ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സോ എന്ത് ചെയ്യുക, അടുത്ത ഇൻഡസ്ട്രിയുടെ റോ മെറ്റീരിയലായി മാറുന്ന ഒരവസ്ഥ. അതിനെയാണ് ഇൻഡസ്ട്രിയൽ സിംബയോസിസ് എന്ന് പറയുന്നത്. Application for this concept allows material to be used in more sustainable way and contribute to the creation of circular economy. നമ്മൾ സെക്കുലർ എക്കോണമിയിൽ പഠിച്ചതുപോലെ തന്നെ നമ്മളുടെ വേസ്റ്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ബൈ പ്രോഡക്റ്റ് അടുത്ത ഇൻഡസ്ട്രിയുടെ റോ മെറ്റീരിയലായിട്ട് കൊടുത്ത് അഗെയിൻ പുതിയ പ്രോഡക്ട്സുകൾ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് റോ മെറ്റീരിയലിൻ്റെ കൺസംഷൻ കുറയ്ക്കാൻ പറ്റും.
ഇത് ഫസ്റ്റ് കോയിൻ ചെയ്ത് അല്ലെങ്കിൽ ഫസ്റ്റ് ഒറിജിൻ ചെയ്തത് 1989-ലാണ് കലൻബർഗിലാണ് ഇത് ഫസ്റ്റ് ആയിട്ട് ഡെൻമാർക്കിലുള്ള കലൻബർഗ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി ഏരിയയിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഫിസിക്കൽ എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽ നടക്കുന്നുണ്ട്. മെറ്റീരിയൽസ്, എനർജി, വാട്ടർ ആൻഡ് ബൈ പ്രൊഡക്ട്സ്. ആ ഒരു ഏരിയയിൽ മെറ്റീരിയൽസിൻ്റെയും എനർജിയുടെയും വാട്ടറിൻ്റെയും അല്ലെങ്കിൽ ബൈ പ്രൊഡക്ട്സിൻ്റെയും എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സിറ്റിയാണ് കലൻബർഗ് സിറ്റി ഇൻ ഡെൻമാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇതാണ് ആ കലൻബർഗ് സിറ്റി യുടെ പിക്ചർ എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? വി ക്യാൻ ഡെവലപ്പ് എ കമ്മ്യൂണിറ്റി ഓഫ് മാനുഫാക്ചറിങ് ആൻഡ് സർവീസ് ബിസിനസ് സീക്കിംഗ് എൻഹാൻസ്ഡ് എൻവയൺമെൻറ്റൽ ആൻഡ് റിസോഴ്സ് ഇഷ്യൂസ് ഇൻക്ലൂഡിംഗ് എനർജി, വാട്ടർ, മെറ്റീരിയൽസ്, ഇൻഫർമേഷൻ ആൻഡ് നാച്ചുറൽ ഹാബിറ്ററ്റ്. ഈ കാര്യങ്ങളെല്ലാം ഒബേ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. കലൻബർഗ് സിറ്റിയിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയൽ സിംബയോസിസിൻ്റെ ഒരു മാപ്പാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു പവർ സ്റ്റേഷൻ ഉണ്ട്. പവർ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് വേസ്റ്റ് ഹീറ്റും അതേപോലെ തന്നെ ഫ്ലൈ ആഷ്, സ്റ്റീം ഇതെല്ലാം വേറെ കമ്പനീസിന് കൊടുക്കാം. റിഫൈനറിക്ക് കൊടുക്കുന്നുണ്ട്, ഗ്രീൻ ഹൗസ് പ്ലാന്റ്സിന് കൊടുക്കുന്നുണ്ട്, ഡിസ്ട്രിക്ട് ഹീറ്റിങ്ങിന് വേണ്ടി വേസ്റ്റ് ഹീറ്റ് കൊടുക്കുന്നുണ്ട്, ഫിഷ് ഫാംസിലും വേസ്റ്റ് ഹീറ്റ് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പവർ സ്റ്റേഷനിലെ സ്റ്റീം അടുത്തൊരു ഫാർമസ്യൂട്ടിക്കൽ പ്ലാന്റ്സിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫാർമസ്യൂട്ടിക്കൽ പ്ലാന്റ്സിൽ നിന്ന് വരുന്ന ഫെർട്ടിലൈസേഴ്സ് നമുക്ക് നെയ്ബറിങ് ഫാംസിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ റിഫൈനറിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൾഫർ അടുത്ത ആസിഡ് പ്ലാന്റ്സിലേക്ക് കൊടുക്കുകയാണ്. ഇവിടുന്ന് വരുന്ന ഹീറ്റ് അടുത്ത ഗ്രീൻ ഹൗസിലേക്ക് കൊടുക്കുകയാണ്. അതായത് ഒരു ഇൻഡസ്ട്രിയൽ സിംബയോസിസ് ആണ് ഇവിടെ നടക്കുന്നത്. ഒന്നിൻ്റെ ബൈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒന്നിൻ്റെ വേസ്റ്റ് അടുത്തതിൻ്റെ റോ മെറ്റീരിയലുമായി മാറുകയാണ്. ഓക്കെ, ഇത്രയാണ് ഈ ടോപ്പിക്സിൽ വരുന്നത്. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കണേ.